ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്ററാണ് വീട്ടിലേക്കുള്ളത്. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് വളരെ ഒരു പ്രയാസം നിറഞ്ഞൊരു ദിവസമാണ്. കാരണം നല്ല മിടുക്കനായ ഒരു കുട്ടിയാണ്, നമ്മുടെ പ്രിൻസിപ്പളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് തികച്ചും ആകസ്മികമായി ഈ മരണം നമ്മുടെ സ്കൂളിനെയും ഈ നാടിനെ തന്നെ ഒന്നാകെ പിടിച്ചുലുക്കിയിരിക്കുകയാണ്. പരിചയത്തിൽ എങ്ങനെയാണ്? ഞാൻ പുതുതായിട്ട് വന്നേ ഉള്ളൂ, കുട്ടി എനിക്ക് പരിചയമില്ല. എങ്കിൽ പോലും എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ ഒരു കുട്ടിയായിരുന്നു. പ്രത്യേകിച്ച് ടീച്ചേഴ്സിനൊക്കെ വളരെ നല്ല കാര്യങ്ങളെ കുട്ടിയായിട്ട് പറയാനുള്ളൂ. സ്റ്റാഫ് സെക്രട്ടറിയാണ് സാറ്. അനന്തുവിനെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ ശാന്ത സ്വഭാവനായ കുട്ടിയാണ്. അവന് പേഴ്സണലായിട്ട് എന്നോട് വ്യക്തിബന്ധമുണ്ട്. ഇന്ത്യൻ മിലിറ്ററിയിലേക്കൊക്കെ റിക്രൂട്ട്മെൻറ്റിനൊക്കെ ആഗ്രഹിച്ച കുട്ടിയാണ്. അവന് നല്ല പാട്ടുപാടുകയൊക്കെ ചെയ്യുമായിരുന്നു. മിടുക്കനായ ഒരു കുട്ടി തന്നെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിനെ വലിയ വിഷമത്തിലേക്ക് ആക്കിക്കൊണ്ടാണ് ഞങ്ങളുടെ അനന്തു പോയി മറിഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് അനന്തുവിനെ ഓർക്കുന്നത്? അനന്തു നമുക്ക് എന്താ പറയുക, വളരെ ഇഷ്ടം തോന്നുന്ന ഒരു പ്രകൃതമാണ്. അവൻ്റെ ചിരി തന്നെ, ആ ഫോട്ടോ കണ്ടാൽ തന്നെ നമുക്കറിയാം. അത്ര നമുക്ക് തൊട്ടടുത്ത ഒരാളെ പോലെ ഇഷ്ടം തോന്നുന്ന ഒരു കുട്ടിയാണ്. ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണ്, ആരോട് ചോദിച്ചാലും അറിയും. എല്ലാവർക്കും വേഗം ഇഷ്ടമാവുന്ന ഒരു കുട്ടിയാണ്. നല്ലോണം പാട്ട് പാടും. പക്ഷെ അങ്ങനെ പൊതുവെ പരിപാടിക്കൊന്നും പങ്കെടുക്കുന്ന കൂട്ടത്തിലോ അങ്ങനെയൊന്നല്ല. നല്ല കഴിവൊക്കെ ഉള്ളതാണ്. പിന്നെ അവൻ്റെ ഫ്രണ്ട്സിന് അവൻ്റെ ജീവനാണ്. അവനും അങ്ങനെ തന്നെ, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ജീവനാണ്. ആഗ്രഹങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു അങ്ങനെ? അവന് പിന്നെ എന്താ, എപ്പോഴും ആക്റ്റീവായിട്ടാണ് നടക്കുക. എനിക്ക് തോന്നുന്നു അവന് സന്തോഷമായിട്ടിരിക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നിരിക്കുള്ളൂ. അവൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് ഭയങ്കര ബോണ്ടുള്ള കൂട്ടത്തിലാണ്. അവൻ്റെ വീട്ടിലുള്ളവരാണെങ്കിലും അവനെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ഫ്രണ്ട്സ് ആണെങ്കിൽ അതെ, നമുക്ക് അവനെ കണ്ട അവനെ പരിചയപ്പെട്ട അവനെ സ്നേഹിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കുട്ടിയാണ്. എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചാലും അറിയാം, നല്ലൊരു കുട്ടിയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. ഇന്നലെ അറിഞ്ഞപ്പോൾ തന്നെ എന്താണെന്നുള്ളൊരു വിറയൽ കയറിയിട്ട് അങ്ങനെ നിൽക്കുകയാണ്, മരവിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളാണ് അതിനേക്കാളും വലിയ സങ്കടത്തിലാണ്. ഇനിയിപ്പോൾ അവരെ നമ്മളവിടെ കൊണ്ടുപോവുക, അവസാന യാത്രയപ്പോൾ കൊടുക്കുക എന്നല്ല നമുക്ക് വേറൊന്നും ചെയ്യാനില്ലല്ലോ. ഞാൻ 3 വർഷം 8ലും പഠിപ്പിച്ച, 9ലും പഠിപ്പിച്ച, ഈ വർഷവും പഠിപ്പിക്കാനുണ്ടായിരുന്നു. നല്ല ആക്റ്റീവായിരുന്നു. നല്ല ചിരിച്ചുകൊണ്ട് നമ്മളോട് എപ്പോഴും വർത്തമാനം പറയും. അപ്പം അത് മുഖം ഇങ്ങോട്ട് ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. അവൻ്റെ മുഖമാണ് എപ്പോഴും മനസ്സിൽ, സഹിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഇന്ന് വ്യാഴാഴ്ച വന്നു പോയതല്ലേ, ഇനി ആ കൊച്ചില്ല എന്നുള്ളത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞു ഭയങ്കര സങ്കടം. വളരെ 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 ഹാപ്പി ആയിട്ടാണ് പ്രവേശനോത്സവത്തിന് കടന്നു വന്നത്. പ്രവേശനോത്സവ പരിപാടികളിലൊക്കെ സജീവമായി പങ്കെടുത്ത് കഴിഞ്ഞ് ക്ലാസ് പോയി. 10ാം ക്ലാസ്സിലാണ് ഇപ്പോൾ. 8ാം ക്ലാസ്സിലേക്കാണ് ഇവിടെ ആദ്യമായിട്ട് വന്നത്. നമ്മളെ കാരക്കോട് ഭാഗത്ത്, കാരക്കോട് സ്കൂളിലാണ് UP വരെ പഠിച്ചത്. 8ലും 9ലൊക്കെ നല്ല കുട്ടിയായിരുന്നു. എല്ലാ ക്ലാസ് തല ആക്ടിവിറ്റികളിലും പങ്കെടുക്കും. സ്കൂളിൽ ഇതുവരെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇടപെടുക അങ്ങനത്തെ ഒന്നുമില്ല. ക്ലാസ് കൺട്രോൾ ചെയ്യാനും കുട്ടികൾക്ക് എല്ലാവരോടും ഒരു ഫ്രണ്ട്ലി മൈൻഡാണ്. എല്ലാ കുട്ടികളോടും, ആൺകുട്ടികളൊന്നും പെൺകുട്ടികളൊന്നും വേർതിരിവില്ല. അധ്യാപകർക്കും നല്ല ഇഷ്ടമാണ്. സ്കൂളിൽ സത്യം പറഞ്ഞാൽ പ്രവേശനോത്സവത്തിൻ്റെ സന്തോഷങ്ങളൊക്കെ കെട്ടടങ്ങും മുമ്പേ വന്ന ദുരന്ത വാർത്തയായിപ്പോയി. ഇത് വല്ലാത്തൊരു നികത്താനാവാത്ത നഷ്ടമാണ് ഞങ്ങളെ സംബന്ധിച്ച്. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ പിന്നിൽ എങ്ങനെയാണ് കുട്ടിക്ക് അപകടം പറ്റിയതെങ്കിലും അത് തക്കതായ രീതിയിൽ കണ്ടുപിടിക്കുകയും അതിനെതിരെ നല്ലൊരു നടപടി വേണമെന്ന് തന്നെ പറയാനുള്ളത്. കാരണം ആ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ട നല്ലൊരു ഏജിലാണ്, ഏറ്റവും നല്ല ഏജിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുക ഒരു കുട്ടി പോകുക എന്നുള്ളത് ഒരിക്കലും നികത്താനാവാത്തൊരു സങ്കടം തന്നെയുള്ളത്. അതുകൊണ്ട് ഇനി ഒരു കുട്ടിക്ക് പോലും ഇങ്ങനത്തെ ഒരു അപകടം വരരുത്. അതിനെന്താണോ നടപടി എടുക്കാൻ പറ്റുക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേ തീരും. കുട്ടിക്കെന്നല്ല ഒരാൾക്കും ഇതുപോലെ ഒരു അപകടം ഇനി ഉണ്ടാവാൻ പാടില്ല. സഹിക്കാൻ പറ്റുന്നില്ല. തുറന്നു വന്നതല്ലേ ഉള്ളൂ, കഴിഞ്ഞ തിങ്കളാഴ്ചയല്ലേ തുറന്നത്. വ്യാഴാഴ്ച വരെ ഇവിടെ വന്നു പോയ ഒരാളാണ് ഇനി നാളെ സ്കൂളിലേക്കില്ല. അത്